ഒരു വ്യവസായം കൂടി തകർച്ചയുടെ വക്കിലാണ്. ഗ്രാമങ്ങളുടെ നേർക്കാഴ്ചകളായിരുന്നു കളിമണ്ണ് നിർമ്മാണവും അതിന്റെ പിന്നിലെ ജീവിതങ്ങളും. കളിമണ്ണ് കിട്ടാതെയും മതിയായ പ്രതിഫലം ലഭിക്കാതെയും വന്നതോടെ പലരും മൺപാത്ര നിർമ്മാണത്തിൽ നിന്നും പിന്മാറുകയാണ്. 40 വീട്ടുകാർ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതിനോടുള്ള ആഗ്രഹങ്ങളുമില്ല, പണി ചെയ്യണമെന്നില്ല, പണി ചെയ്താൽ അതിൻ്റെയുള്ള പ്രയോജനങ്ങളില്ല, വല്ലപ്പോഴും ഒരിക്കലായി പൈസ കിട്ടുന്നത്. ഈ ചക്രങ്ങളുടെ ശക്തി കുറഞ്ഞു തുടങ്ങി. ഇത് ചലിപ്പിച്ചിരുന്ന വിരലുകളുടെ ബലം കുറഞ്ഞ് വാർദ്ധക്യം ബാധിച്ചു. പുതിയ സംസ്കാരത്തിൻ്റെ ഭാഗമായി നിറം പിടിപ്പിച്ച പാത്രങ്ങൾ അടുക്കളകൾ കൈയടക്കിയതോടെ ഒരു കുലത്തൊഴിലും ഏകദേശം അവസാന നാളുകളിലാണ്. അധ്വാനത്തിന് തക്കമായ പ്രതിഫലം കിട്ടാതെ വന്നതോടെ പലരും കളിമൺ പാത്ര നിർമ്മാണത്തിൽ നിന്നും പിന്മാറി. തലമുറകളായി കൈമാറി വന്ന ഈ വിദ്യ പഠിക്കാൻ പുതിയ തലമുറ തയ്യാറല്ല. പക്ഷേ ചിലരുണ്ട് ജീവിക്കാൻ, വിശപ്പടക്കാൻ, കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കാൻ. മണ്ണ് കിട്ടാത്തത് കൊണ്ടാണ്. മണ്ണ് കിട്ടിയാലും നമുക്ക് ഇപ്പോഴത്തെ വില അനുസരിച്ച് മണ്ണ് കിട്ടിയാലും നമ്മൾ ഇതുണ്ടാക്കി വരുമ്പോൾ നമുക്ക് പൈസ ഇല്ല. പണികൾ ചുരുക്കി മണ്ണ് കിട്ടുന്നില്ല. ഭയങ്കര വിലകളും ആ ദൂരെ നിന്നാണ് കൊണ്ടുവരുന്നത്. അത് ഒരു ടെമ്പോ മണ്ണിൻ്റെ വില അന്ന് കൊടുത്തതിന് ഇന്നത്തെ 10 വണ്ടി മണ്ണിൻ്റെ വിലയാണ്. വിദേശ നിർമ്മിത കളിമൺ പാത്രങ്ങളും പ്ലാസ്റ്റിക് പാത്രങ്ങളും ഇന്ന് സൽക്കാര മുറികളിൽ സജീവമാണ്. കളിമൺ പാത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ ഇന്ന് മറ്റു വഴികൾ തേടുകയാണ്. ചിലർ കളിമണ്ണിൽ ചെടിച്ചട്ടികളും അലങ്കാര വസ്തുക്കളും നിർമ്മിക്കുന്നു. കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളികളെ സഹായിക്കാൻ പ്രഖ്യാപനങ്ങൾ പല സർക്കാരുകളും മാറി മാറി നടത്തി. പക്ഷേ ഇപ്പോൾ നാമമാത്രമായ ഗ്രാന്റ് പോലും നിലച്ചിരിക്കുകയാണ്. ചിലയിടങ്ങളിലൊക്കെ മൺചട്ടിയും മൺകലവും പഴമ ഓർമ്മിക്കാൻ എത്തുന്നുണ്ടെങ്കിലും അതൊന്നും മതിയാവില്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ വിശപ്പടക്കാൻ. സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ വേണം. ആധുനിക യുഗത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ വേണം. എന്നാൽ മാത്രമേ ഈ തനത് സംസ്കാരം സംരക്ഷിക്കാനാവൂ. ഒപ്പം ഇതിൻ്റെ പിന്നിലെ ജീവിതങ്ങളെയും. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.